ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നതേ മാസഡോൺ മെമ്മോറിയൽ ക്രോസ് റിസർവിലേക്കാണേ. അവിടെ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഇത് ഈ കാണുന്നതാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ. അതിൻ്റെ മുമ്പിൽ തന്നെ നമുക്ക് രണ്ട് സൈഡിലും ഈ ക്രോസിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ പിക്ചേഴ്സും ഇൻഫോർമേഷൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കാണുന്നില്ലേ, ഈ ക്രോസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, അതിൻ്റെ എന്നാണത് സ്ഥാപിച്ചത്, ഈ കൺസ്ട്രക്ഷൻ, അതിൻ്റെ എല്ലാ പിക്ചേഴ്സും അവിടെ നമുക്ക് കാണാൻ പറ്റും. നമുക്കത് വായിച്ച് അതിനെക്കുറിച്ച് ഇൻഫോർമേഷൻ കിട്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. ഈ പോകുന്ന വഴി കണ്ടോ, അതൊരു കാട് പോലത്തെ ഒരു ഏരിയ ആണ് കേട്ടോ. ഫുള്ള് നമുക്കൊരു ഭയങ്കര ഡിഫറെൻറ്റ് ക്ലൈമറ്റാണ്, നല്ല തണുപ്പാണ്. അതിൻ്റെ അങ്ങോട്ട് മുകളിലേക്ക് ഒരു കുറച്ച് കുന്നുപോലെയാണ്. അതിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ നല്ലൊരു തണുപ്പുണ്ട്. ചുറ്റും നിറച്ച് തിങ്ങി മരങ്ങളാണ്, കണ്ടില്ലേ. ഇങ്ങനെ അതിൻ്റെ ആ ചോട്ടിലുള്ള ആ പുല്ലുകൾ ഒരു പ്രത്യേക ടൈപ്പ് പുല്ലാട്ടോ. എല്ലാ സൈഡിലും ഇങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് പുല്ലുകളാണ് അതിൻ്റെ ചുറ്റിനും ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ചവിട്ടിയാൽ ചിലപ്പോൾ സ്ലിപ്പായി പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ ഈ പോകുന്നത് ഒരു മിച്ചൽ ലുക്കൗട്ടിലേക്കാണ്. ഈ പോകുന്ന ഈ ലുക്കൗട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, നല്ലൊരു വ്യൂ ആണ് അവിടെ നിന്ന്. ഇതാ ഫുൾ ടാറിട്ട റോഡാണ് കേട്ടോ. നമുക്ക് ഇത് കൂടെ വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല, നടന്ന് തന്നെ കയറണം. ഇതാ കണ്ടോ, എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. നോക്ക്, ഭയങ്കര നല്ലൊരു കാറ്റും ഉണ്ട് അവിടെ, നല്ല തണുത്തൊരു കാറ്റും, നല്ല രസമുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, മോൾക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. കണ്ടില്ലേ, നമുക്ക് മെൽബൺ, വിക്ടോറിയ ആ ഒരു ഏരിയ ഫുള്ള് നമുക്ക് ഇവിടെ നിന്ന് കാണാം. ആ ഒരു പച്ച കളറിൽ ഭയങ്കര രസമുള്ളൊരു വ്യൂ ആയിരുന്നു കേട്ടോ. പിന്നീട് നമ്മൾ പോകുമ്പോൾ ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചയാണിത്. അവിടെ കുറേ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ, ബുഷസ് ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ലെവൽ ചെയ്ത് നിർത്തിയേക്കുവാണ്. നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന കേട്ടോ നമ്മുടെ കുരിശ്, കണ്ടില്ലേ. രണ്ട് സൈഡിലും ഒക്കെ നിറച്ച് ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ ഇതിന് ചുറ്റുമുണ്ട്. പിന്നെ ഈ കുരിശ് ഏകദേശം 21 മീറ്റർ നീളമുണ്ട്. പക്ഷേ ഇത് കുറച്ച് ഉയർന്ന പ്രദേശത്ത് നിൽക്കുന്നതായതുകൊണ്ട് കൂടുതൽ ഹൈറ്റ് നമുക്ക് ഫീൽ ചെയ്യും. 1-ാം ലോക മഹായുദ്ധകാലത്ത് വീരമൃത്യു വരിച്ച ഓസ്ട്രേലിയൻസിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ക്രോസാണ് കേട്ടോ ഇത്. 1935 വില്യം കാമറോൺ എന്ന വ്യക്തി വിക്ടോറിയയ്ക്ക് ഡൊണേറ്റ് ചെയ്ത ഈ ക്രോസ് 1983 ഒരു ബുഷ് ഫയറിൽ ഫുള്ള് കത്തി നശിച്ചിരുന്നു. പിന്നീട് ഏകദേശം mid-90s ഈ കാണുന്ന പോലെ പുതുക്കി പണിത് ആക്കിയത്. എവറി ഇയർ April 25 അൻസാക് ഡേയിൽ ഈ ക്രോസിൻ്റെ അടുത്ത് വന്നിട്ട് ഫ്ലവേഴ്സ് വെച്ച് ഈ മരിച്ചവരുടെയൊക്കെ റിലേറ്റീവ്സും ആളുകളൊക്കെ വന്ന് ചെറിയ മൗന പ്രാർത്ഥനയൊക്കെ നടത്താറുണ്ട് ഇവിടെ. ഈ അൻസാക് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ആൻഡ് ന്യൂസിലൻഡ് ആർമി കോർപ്സിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ്. അതൊരു സ്പെഷ്യൽ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്ന കേട്ടോ ഇവിടെ. ഞങ്ങളിപ്പോൾ ചെന്നെത്തുന്നത് ഒരു സൂചികയിലേക്കാണ്, ദിശാസൂചിക. ഇവിടെ നമുക്ക് ഈ പ്രദേശത്തിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ചുറ്റും ഇതിന് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളുടെ ഡിസ്റ്റൻസും ഡയറക്ഷനും ഒക്കെ കാണിച്ചിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ ഈ പറയുന്ന പോലെ ഗൂഗിൾ മാപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ യാത്രയൊക്കെ ചെയ്യാൻ ചിലപ്പോൾ ഇങ്ങനത്തെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും ഉപയോഗിച്ചിരുന്നത്. ഈ ക്രോസിന് ചുറ്റും ഉണ്ടല്ലോ സ്റ്റെപ്സാണ് കേട്ടോ, സർക്കിളായിട്ട് നമുക്ക് സ്റ്റെപ്സ് ഉണ്ട്. അതിറങ്ങി ഇങ്ങനെ ചെല്ലുമ്പോൾ നല്ല കാറ്റും ഭയങ്കര ഒരു ശാന്തതയും നല്ല രസമാണ് അവിടെ നമ്മൾ നോക്കുമ്പോൾ. ഫുൾ ട്രീസാണ്, ചുറ്റും ട്രീസാണ്. അതിൻ്റെ ഇടയ്ക്ക് ആളുകൾ നടക്കാനൊക്കെ പോകുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഞങ്ങൾ 2 പക്ഷികളെ കണ്ടു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ തീരുക കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നല്ലൊരു സ്ഥലമായിട്ട് നമ്മൾ വീണ്ടും വരും. ഓക്കെ.